ടീച്ചർ വന്നിട്ടുണ്ടാവുന്നാവല്ലേ? അറിയില്ലെന്തപ്പളേ ടീച്ചർ വന്നപ്പോഴാണോ? ഈ ക്ലാസ് ആരെയും ടീച്ചർ കണ്ടേച്ചോക്കാ. എടാ അപ്പൊ ഒന്നും ഇങ്ങോട്ട് നോക്കിക്കാ. എന്താ പണി എനിക്ക് വേണ്ടേ? ഞങ്ങളിവിടെ വർത്താനം പറയല്ലേ. എന്നാ എന്റെ വർത്താനൊക്കെ നോക്കും കുറച്ച് കഴിയുമ്പോ ടീച്ചർ വന്നാല്. ഇന്ന് പരീക്ഷ പേപ്പർ കിട്ടുന്ന ദിവസാട്ടോ. അതിന് എനിക്ക് ടീച്ചറിന്റെ അടുത്ത് അടിയൊന്നും കിട്ടില്ല കേട്ടോ. ഞാൻ ഫുൾ എഴുതിക്കൊണ്ടാ. അയ്യോ ടീച്ചർ, എന്തെല്ലാരും വർത്താനം നിർത്തിക്കളഞ്ഞത്? ഞാൻ വരുമ്പോ എല്ലാരും നല്ല വർത്താനത്തിലായിരുന്നല്ലോ. എന്താ പാറു, ഒന്നും പറയാനില്ലേ? ഒന്നുമില്ല ടീച്ചറെ. പഠിച്ചിന കുട്ടികളാണ് ഈ തർക്കടിയില്ല വർത്താനം പറയണീന്. ഇത് പഠിപ്പില്ല, ഫുള്ള് സംസാരം. നിങ്ങളെ വർത്താനൊക്കെ ഞാൻ കാണിച്ചു തരാം. പരീക്ഷ പേപ്പറും തരട്ടെ. ഇന്നെന്തായാലും ടീച്ചറെ പൊളി പൊളിക്കും. എടി ഇതാരമ്മ ടീച്ചറെ കുട്ടിയല്ലേ? ഇതിനെന്തിനാ നമ്മളെ സ്കൂളിൽ കിട്ടിയ ടീച്ചറെ? നമുക്ക് അടിക്കണ കാണിച്ചെടുക്കാനൊക്കെ ഒന്നും ഉണ്ടാതിരിക്കേണ്ട ഷാവേ. ആ ടീച്ചറെ ഞാൻ കേട്ടാ മതി. ഞാൻ നമ്മളെ രണ്ടാളും പിടിച്ചാൻ തിന്നു. അതല്ലേലും ശരിയാ. ടീച്ചറെ മുഖം നോക്കിയാക്കാ കടിച്ചു തിന്നാൻ വന്നിട്ടാണ് തോന്നണേ. അമ്മാര് ദേഷ്യം. അതിന്റെ ഇടയിൽ കൂടി ആ കുട്ടിപ്പൂതത്തിന്റെ ഓരോരേ കാട്ടിക്കൂട്ടല്ലേ. ഓൾക്കിപ്പതൊന്നും ബാധകല്ലല്ലോ. ഓളൊക്കെ മുട്ടീന്ന് വരുന്നിട്ടല്ലുള്ളൂ. എന്താ പോ എന്റെ 34 പല്ലും പുറത്തായിരിക്കണേ? അത് പിന്നെ ഒന്നുമില്ല ടീച്ചറെ. എന്നാ ഞാൻ പേപ്പർ തരാം, വിളിക്കണോലും ഇങ്ങോട്ട് വരിക. അബു അതെന്തായാലും കളക്കും ഫസ്റ്റ് അബു തന്നെ. പറ ടീച്ചറെ, ഞാൻ ഇവിടെ ഉണ്ട്. എന്താ അബു വിളിക്കണോടത്തേക്ക് വരാൻ വയ്യേ? അല്ലെങ്കിൽ വേണ്ട, രാജാക്കന്മാര് രാജാത്തിലുള്ള അവിടെ ഇന്നോട്ടെ. ടീച്ചർ അങ്ങോട്ട് കൊണ്ടുവരാം. അതായിരിക്കും ടീച്ചർക്ക് നല്ലേ. അബു 50ൽ 0. അമ്മാരി കൊട്ട മാർക്കല്ലേ കിട്ടിക്കണേ. പിന്നെ ടീച്ചർ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കണേ? നോക്കി എഴുതാനും കൂടി വയ്ക്കൂലല്ലോ എൻ്റെ അബുവോ. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ തോന്നി ആമിനാൻ്റെ ആൻറ്റി പേപ്പർ വായിച്ചപ്പോൾ. പക്ഷെ ഓളിയിൽ നേരെ എഴുതിയത് ആൻറ്റിയിൽ തലയും വാലും പോലും ഇല്ല. എന്നാലും ടീച്ചർക്ക് ഒരു 1/2 മാർക്കൊക്കെ കൂടെ ഇട്ടൂടായിരുന്നില്ലേ? ആടെ 1/2 മാർക്കൊക്കെ തരാച്ചതിൽ എഴുതിക്കണല്ലോ. എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടിക്കതിൽ. ഓളിയിൽ നോക്കിയിട്ട് 2 ആൻസർ എഴുതിക്കണോ. അതിന് തലയില്ല വാലും ഇല്ല, നടുവിൽ കുറച്ച് എഴുതി വെച്ചിക്കണു. പിന്നെ ബാക്കിയുള്ളത് മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് എഴുതി വെച്ചിക്കല്ല അച്ചടി. ഇതിനാണ് എനിക്ക് ആ മാർക്കറിൻ്റെ. ഒന്നില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എഴുതി വെച്ചിട്ട് ടീച്ചറെ. ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ പേപ്പറിൽ എഴുതിയേക്കണമെങ്കിൽ പിന്നെ എക്സാം പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ പിടിക്ക്, ബാക്കിയുള്ള കുട്ടികൾക്ക് പേപ്പർ കൊടുക്കാണ്ട്. എൻ്റെ മാത്രം പേപ്പറൊന്നുമല്ല. അടുത്തത് പാറു. എന്താ പാറു ഇത്? നീ വീട്ടിൽ നിന്ന് പഠിക്കലൊന്നുമില്ലേ? പിന്നെന്താ പഠിച്ചിട്ട് തന്നെ എനിക്ക് തോന്നെ മാർക്കൊക്കെ ഉണ്ടല്ലോ. ആ പിന്നെ ഉണ്ട്. 50ൽ 2.5 മാർക്ക്. എന്നാ കൊണ്ടേക്കോ. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പഠിച്ചാണെന്നല്ലോ ആരും വരുന്നത്. വിളിച്ചിങ്ങോട്ട് കുത്തിരിക്കാനെ മോന്ത കാണുമ്പോണ്ടല്ലോ. അവൾക്ക് 2.5 കിട്ടിയത് പോലെ കേട്ടോ അവളൊരു വിളി. ടീച്ചർമാരെ കുറ്റം കാട്ടണ പോലെയാണ്. ആമിനയാ? 50ൽ 50. ഓളെ കണ്ട് പഠിച്ചെല്ലാവരും. കളിച്ചണീന് കളിയുണ്ട്, പഠിച്ചണീന് പഠിപ്പുണ്ട്. ഇനി ഒന്നും ഓൾക്ക് വേണമെന്നില്ല, എല്ലാ കഴിവും ഓൾക്കുണ്ട്. ആമിന ചെറിയൊരു അക്ഷരത്തെറ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ടീച്ചർ 50ൽ 50 ഇട്ടുക്കണു. കാരണം ഈ നല്ല പഠിച്ചിക്കണോ ടീച്ചർക്ക് ഇതിൽ നോക്കിയപ്പോൾ മനസ്സിലായി. അവൻ്റെ മാർക്ക് കുറക്കാനൊന്നുമില്ല. ക്ലാസ്സിൽ മാത്രമല്ല കേട്ടോ ടോപ്പ് ആവേണ്ടത്, സ്കൂളിലത്തെയും ടോപ്പ് ആവണം കേട്ടോ. ശ്രമിക്കാം ടീച്ചർ. റുഷ്ദ 50ൽ 25. ഈ ഏതായാലും അമിനാൻ്റെപ്പം കൂടിയിട്ട് കുറച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിക്കോളേ. അതേതായാലും നന്നായി. കുട്ടികളായ അങ്ങനെ വേണം. പഠിക്കണ കുട്ടികളൊപ്പം നനഞ്ഞ് പഠിക്കണം. ഒന്നും കൂടി പരിശ്രമിച്ചാൽ അമിനാൻ്റെ പോലെ 50ൽ 50 പഠിച്ചാട്ടോ. ശ്രമിക്കാം ടീച്ചർ. അടുത്തത് ശിവ. 50ൽ 4 മാർക്ക്. എന്താ ശിവ ഇത്? നീ എന്താ എക്സാമിനൊന്നും പഠിക്കാതെ വരില്ലേ? പഠിക്കൊക്കെ ചെയ്യുന്നു ടീച്ചർ. എവിടെ എത്തിയപ്പോൾ ഫുൾ മറന്നുപോയി. അതെങ്ങനെ മറക്കാതിരിക്കും? ഇപ്പൊ പാറുവിന്റെ പല കൂട്ട് മറ്റേത് അമിനാൻ്റെപ്പൊക്കെ ഉണ്ടായിട്ട് ഒരു 25-26 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 4 മാർക്കല്ലത്. ഇതാ പറയണത്, പഠിക്കണോലപ്പം കൂടിയാ പഠിക്കും, പഠിക്കാത്തവരപ്പം കൂടിയാ പഠിപ്പ് പോകുന്നു. ശരി ടീച്ചറെ, ഇനി ശ്രദ്ധിച്ചോളാം. എന്ത് ശ്രദ്ധിച്ചോളാന്ന് പറയണത്? പാറുവിന്റെ ഒപ്പം കൂടിയിട്ട് കളിക്കുന്നോ അതോ അമിനാൻ്റെപ്പം പോയിട്ട് പഠിക്കുന്നോ? ഞാൻ അമിനാൻ്റെപ്പം പോയി പഠിച്ചോളാം. പഠിച്ചാൽ നിനക്ക് കൊള്ളാം, എനിക്ക് തോണ്ടൊന്നും ഒരു കാര്യമല്ല. വൈഷ്ണവി. എന്താ വൈഷ്ണവി ഇത്? നീ ആദ്യം പഠിച്ചിരുന്നല്ലോ, ഇപ്പൊ എന്താ പുറകോട്ട് പോയേ? അത് പിന്നെ ടീച്ചറെ എക്സാമിന്റെ അന്ന് വീട്ടില് കസിൻസുകൾ ഉണ്ടായിരുന്നു, അപ്പൊ നേരെ പഠിക്കാൻ പറ്റില്ല. ആഹാ, എക്സാമിന്റെ ടൈമിലെ കസിൻസുകളൊക്കെ വീട്ടിലേക്ക് വന്നേ? ആ ടീച്ചറെ, ഞാൻ പഠിക്കാൻ ബുക്ക് എടുക്കും, അപ്പത്തിന് ഒരു കളിക്കാൻ വിളിക്കും, പിന്നെ ഞാൻ കളിക്കാൻ പോകും. പിന്നെ വന്നു കഴിഞ്ഞാല് പിന്നെ പഠിക്കാൻ ടൈം കിട്ടില്ല. പ്രാവശ്യത്തേക്ക് ഞാൻ ശ്രമിച്ചു. അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് പഠിക്കാൻ കേട്ടോ. ഓക്കെ ടീച്ചർ. ഗൗരി. ടീച്ചർ. നിങ്ങൾ 4 പേരെ പിന്നെ കാണുന്നില്ല ബാക്ക് ബെഞ്ചിൽ പോയിരുന്നിട്ട്. 50ൽ 10 മാർക്ക്. നിങ്ങളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. പഠിക്കണമെന്നില്ല കുട്ടികളെ മുമ്പിൽ ബെഞ്ചിൽ വന്നിരുന്ന പഠിക്കുകയെ. നിങ്ങൾ എപ്പോഴും ബാക്കിൽ പോയിരിക്കും. നിങ്ങൾ പഠിക്കണ്ടോ, എഴുതണുണ്ടോ, വായിക്കണുണ്ടോ എന്നൊന്നും നമ്മൾ കാണൂല. നമുക്ക് അവിടെ ബോർഡിൻ്റെ അവിടെ നിന്നാൽ നിങ്ങളെ നോക്കിയിരിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. അടുത്തത് വിഷ്ണു. വിഷ്ണു പിന്നെ അബുവിൻ്റെ പോലെ പള്ളിയടിച്ച് ഇങ്ങനെ കുത്തിരുന്നോട്ടെ, അല്ല പോനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. 50ൽ 1/2 മാർക്ക്. മേഘ. ടീച്ചർ. എന്നെ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി കാണുന്നേ ചെയ്യൂല. ഇങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിലുണ്ടോയെന്ന് പോലും സംശയിച്ചു പോകും ചിലപ്പോൾ. 50ൽ 5 മാർക്ക്. രാഹുൽ.
യെസ് ടീച്ചർ. ഈ പിന്നെ മുക്കിൽ നിന്നിട്ട് ഉണ്ട കണ്ണോണ്ട് നോക്കിയാൽ മതി. എന്നാൽ പിന്നെ എനിക്കൊക്കെ പഠിയുന്നുണ്ടെന്ന് അർത്ഥം. കണ്ണു തുറന്നു വെച്ചിട്ട് ഉറങ്ങാൻ എൻ്റെ പണി. എന്തിനാ ഈ ഒക്കെ സ്കൂളിൽ കയറുന്നത്? അയമ്പയിൽ 4 മാർക്ക്. നിങ്ങളെ 4 പേരും ഒന്ന് മുമ്പിൽ ഇരുത്താണ്ട് ഇവിടെ ബാക്കിക്ക് വരുത്തണം. അത് വേണോ ടീച്ചറെ? അപ്പോൾ പിന്നെ എൻ്റെ ഉറക്കം നടക്കൂലല്ലേ? എല്ലാവരും സ്ഥലം ഒന്ന് മാറ്റാണ്ട്. സ്ഥലം മാറ്റിയാലേ നിങ്ങളെല്ലാവരും ചിലപ്പോൾ പഠിക്കണ്ടാവും. ഇതൊക്കെ കൂട്ടുകൂടിയിട്ടേ ചില ടൈമിൽ ക്ലാസ് എടുക്കുമ്പോൾ വർത്താനം പറഞ്ഞിട്ടേ ഒന്നും തലയിൽ കയറാനായിട്ടാണ്. അതിനൊരു കാര്യം ചെയ്യണം. ഫ്രണ്ട്സുകളൊക്കെ മാറ്റിയിരുത്തണം. എല്ലാതും വേണം. ഓക്കെ, ഞാൻ പറയുന്ന പോലെ കേട്ടോണ്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ തെറ്റിയ ഉത്തരങ്ങൾ എല്ലാവരും 50 വട്ടം എഴുതി വരുന്നുണ്ടോ. പിന്നെ ആ 5 മാർക്കിന് അടിയിലുള്ള കുട്ടികളില്ലേ, ഓല് 100 വട്ടം എഴുതിക്കോട്ടെ. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഞാൻ മറന്നതിനെ ഓർമ്മിപ്പിച്ചോണ്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. ശരി ടീച്ചർ. ആഹാ, ഇങ്ങനെ ഒരാൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലേ? എന്താ അവളൊരു പൊലിവ് ഇവിടാൻ നിന്നപ്പോൾ ഒരു കച്ചറിയില്ല. നല്ല കഥ.